കുറിച്ചണ്ട. ഇത് ഞാൻ എന്താ കുറിച്ചത് പറ്റൂലേ? മനസ്സിലാവാത്ത മനുഷ്യൻ എനിക്കൊല്ല ബോധമുണ്ട്. ഇങ്ങനെ കിടന്ന് ചെയ്യുന്നല്ലാതെ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഒരു ബോധമില്ല, ഒന്നും ചെയ്യേയില്ല. പറഞ്ഞിട്ടെന്ത് കാര്യം? വിധി അതെന്ത് ചെയ്യാൻ? നിരിപ്പുണ്ടല്ലോ, കഴിക്കാം. നാണുണ്ടോ മനുഷ്യനൊക്കെ വന്നിരിക്കാൻ? എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എനിക്ക് എന്റെ അച്ഛനിൽ നീ വന്നൊരു പ്രമാണമാണ്. എന്നിട്ട് എന്താ കുഴപ്പമൊന്നും? ഞാൻ പറഞ്ഞത് എനിക്ക് കല്യാണം വേണ്ട. നല്ല ചെറുക്കി, നല്ല കുടുംബം, ഗവൺമെന്റ് ജോലി, ശമ്പളം എന്താ വിഷയം? ശമ്പളം എവിടെയെന്ന് ഞാൻ എന്തോന്നും ഉണ്ടായിരിക്കാൻ? കൂട്ടുകാരന് കുറച്ച് സാലറി സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തു. എന്റെ കാലാവധി കഴിഞ്ഞില്ലേ? അപ്പൊ ശമ്പളം ഇല്ല, ഒന്നുമില്ല. സർക്കാർ ജോലിക്കാരനാണ് പോലും. നാട് നീളപ്പെടാം. എന്റെ ദൈവമേ, ആരെങ്കിലും പറഞ്ഞതൊക്കെ വിശ്വസിക്കുന്നു. എന്റെ ഭാഗ്യം കുട്ടികളില്ലാത്തത്. അല്ലെങ്കിൽ അവരും കൂടെ നിന്റെ മൊത്തം അനുഭവിക്കേണ്ടി വന്നേനാ. എനിക്കാണെങ്കിൽ ജോലി ഉണ്ടായിരുന്നെങ്കിലേ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ കാണിച്ചു തരായിരുന്നു. നിനക്ക് ജോലി കിട്ടും. സർവീസ് ഇരിക്കുമ്പോൾ ഞാൻ നയിക്കുന്നു. നീ വിഷമിക്കണ്ട, അധികം താമസിക്കില്ല. എന്താണ് എന്റെ ഉദ്ദേശം? ഞാൻ വന്ന് കണ്ടോളാം. താനെന്താ പൊട്ടനാ? എത്ര രൂപയെന്ന് അറിയാമോ? 10 ലക്ഷമാണ്. പലിശയും ചേർത്തിട്ട് ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. നമ്മളെ പഴയ രീതി തുടങ്ങിയാൽ ഇവനൊക്കെ പഠിക്കും. തരും. ഞാനൊരു ഐഡിയ പറയാം. ഞാൻ ഇങ്ങോട്ട് താമസം വന്നു. നീ ജോലിക്ക് പോയതിന് ശേഷം എൻ്റെ പെണ്ണും പിള്ളേമായിട്ട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു അതൊക്കെ ഞാനിവിടെ പതിയെ തന്നാൽ മതിയല്ലേ? എന്താ കുട്ടി, പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരും, മനസ്സിലായില്ലേ? അപ്പൊ നിനക്ക് വേദനിച്ചല്ലടാ. അടുത്ത മാസം എന്റെ കാശി വന്നില്ലെങ്കിൽ ഇടക്കയും ബായുമായിട്ട് ഞാനിങ്ങ് വരും, കേട്ടോടാ?
രാത്രി എടുക്കാം. ഇന്നലെ എടുത്തു, ഇന്നലത്തേനും ഒന്നും കിട്ടിയില്ല. ഇന്നത്തേനെങ്കിലും ഒരെണ്ണം കിട്ടുമോ? കിട്ടും. എനിക്ക് കൂടുതലൊന്നും വേണ്ട, 5000 എങ്കിലും തരുമല്ലോ. ശരി, അത് കിട്ടും. ശരി, ധൈര്യമായിട്ട് സന്തോഷമായിട്ട് തരും. എടുത്തു. അടുത്ത പോയിന്റ് കൂടി ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോഴേ നിങ്ങൾ ഇതിന്റെ പോയിന്റ് നിങ്ങൾ പറഞ്ഞു അതെ ഒന്നിനും ഒന്നുകൂടി എടുത്താലേ അടിക്കും. ശരി, എന്നാ ഈ നമ്പർ പോയിരുന്നാലും അടുത്ത നമ്പറിനെ കിട്ടും. ഒരെണ്ണം കൂടെ. ശരി, നിങ്ങളെ വിശ്വസിച്ചാണ് ഇന്ന് നടണം എടുത്തത്. അതെ, ഓക്കെ സാറേ. ഒരു ടിക്കറ്റ് എടുക്കും സാറേ. ഒന്ന് എടുക്കേ സാറേ. സാറേ എടുക്കും സാറേ. സാറേ എടുക്കും സാറേ. കോട്ട സൂട്ടിട്ടുകൊണ്ട് നടക്കണമല്ലാതെ ഒരു ടിക്കറ്റ് എടുക്കാൻ പോക്കില്ല സാറേ. എന്താണോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്ന സമയം താങ്കൾക്കറിയില്ലേ? അന്നുകൂടെ ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ എന്താ? ഹാഫ് ഡേ ലീവ് വരച്ചിട്ട് ഉപ്പിട്ട് വയ്ക്കും. ആ ലോനപ്പാ, ദാസപ്പ ഏത് റൂമിലാണ് കിടക്കുന്നത്? ആ, കൂട്ടുകാരെ എത്തിയോ? എല്ലാരും കൂടെ കുടിപ്പിച്ച് കിടത്തി ഈ പരുവത്തിലാക്കി. കേർക്കാണ്. ഞാൻ അന്നേ പറഞ്ഞതാ, വല്ലാത്ത തലവേദനയായി. തീർന്നെങ്കിൽ മതിയായിരുന്നു മനുഷ്യനായിട്ട് ബുദ്ധിമുട്ടിക്കാൻ. എടാ ദാസപ്പ, എന്ത് പറ്റിയടാ? ഒന്നെണീപ്പിക്കൂ. എന്റെ ജീവിതം കഴിഞ്ഞതാ. നിനക്കറിയോ, എൻ്റെ ഭാര്യ പോലും അറിയാതെയാണ് 10 ലക്ഷം രൂപ നിനക്ക് ആ സാലറി സർട്ടിഫിക്കറ്റ് എടുത്തത്. വീട്ടിൽ പോലും കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഈ കാശെല്ലാം വാങ്ങി ഞാൻ ചെലവഴിച്ചത് എൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നു. ഇത്രയും വലിയ തുകയൊന്നും ഈ ദാസപ്പന് കൊടുത്ത് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ദാസപ്പനെന്ന് ഞാൻ ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇത്രയൊക്കെ ചെയ്തില്ലേ? ഒരു ഉപകാരം കൂടെ എനിക്ക് ചെയ്യാമോ? എന്തെങ്കിലും വാങ്ങുന്നു. ഈ ജീവിതമൊന്നും അവസാനിപ്പിച്ച് താവിനോട് മടുത്തത. കണ്ടായിരുന്നോ? ആ, കണ്ടായിരുന്നു. ലോനപ്പാ, താൻ ഉദ്ദേശിക്കുന്ന പോലെ ജ്ഞാനവനുമായി മദ്യപാനം കൂട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ഞാനൊരു ലോൺ എടുത്ത് കൊടുത്തിട്ട് 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ അവൻ എവിടെ നിന്ന് തരും? ഞങ്ങളെല്ലാം ഈ അവസ്ഥയിലാക്കി അവൻ എവിടെ നിന്ന് തരും? സാർ എന്തർത്ഥത്തിലാണ് ഈ 10 ലക്ഷം രൂപ അവന് കൊടുത്തത്? ശരിയെന്നാ. സാർ എന്തർത്ഥത്തിലാണ് ഈ 10 ലക്ഷം രൂപ അവന് കൊടുത്തത്? ഈ ജീവിതമൊന്നും അവസാനിപ്പിച്ച് താവിനോട് ആ ഒരു ഉപകാരം കുറിച്ച് മടുത്തത. നാണുണ്ടോ മനുഷ്യനെ? എനിക്ക് എന്റെ അച്ഛനെ നീ ഒന്നൊരു പ്രമാണം
ചില കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെയാണ്. പ്രശ്ന സങ്കീർണമാണ് ജീവിതം. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നഷ്ടപ്പെടലുകൾക്ക് മുമ്പേ ദൈവം കാണിച്ചു തരുന്ന ചില നിമിഷങ്ങളുണ്ട്. അത് മനസ്സിലാക്കി മനസമാധാനത്തിലൂടെ മുന്നോട്ട് പോവുക.